നട്ടുച്ചയ്ക്ക് മിൽക്കി വേ ഗാലക്സി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? ഇപ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേക്ക് നമ്മുടെ സ്റ്റെഫി ചേച്ചിയുടെ വക ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ താമസിക്കുന്ന ഫാങ്ക്രിന്ന് ഓക്ലൻഡ് പോണ വഴി ഒരു 40 മിനിറ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ദീ കാണുന്ന വൈപ്പു കേവ്സിലെത്തും. അവിടെ പോണവരെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ കുറച്ച് മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചായിരുന്നു. അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ പോകുമ്പോൾ എടുക്കേണ്ട പ്രിക്കോഷൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഗേൾസിന് അടിപൊളി ഫോട്ടോസ് കിട്ടുമെന്ന് വിചാരിച്ച് ആരും നല്ല ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് പോകണ്ട. കൂഞ്ഞ ഇരുട്ടണം. മോർ ഓവർ നല്ല ചെളിയും. അതുകൊണ്ട് തന്നെ സ്പോർട്സ് വെയറോ അല്ലെങ്കിൽ ആക്റ്റീവ് വെയർ ഇടുന്നതാണ് ബെറ്റർ. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് തിങ് വന്നിട്ട് ഹെഡ് ലാമ്പ് എടുക്കാൻ ആരും മറക്കരുത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് വെയർ ആണ്. വെള്ളത്തിൽ യൂസ് ചെയ്യാൻ പറ്റിയതും പിന്നെ അത്യാവശ്യം ചെളിയിലൊക്കെ നടക്കാൻ പറ്റിയ രീതിക്കുള്ള ചെരുപ്പ് ഇട്ടാലേ കാര്യമുള്ളൂ. കാരണം നമ്മൾ ഈ കേവ് മൊത്തം നടന്ന് കാണുന്നത് വെള്ളത്തിൽ കൂടെയും ചെളിയിൽ കൂടെയാണ്. നമ്മൾ സ്കെയറി അഡ്വഞ്ചർ പോവുകയാണ്. പറഞ്ഞ കണക്ക് തന്നെ അത്യാവശ്യം ഉള്ളിലേക്ക് പോകുന്നവരും നല്ല സ്കെയറി ആയിരുന്നു. ഈ കേവിന് ഏകദേശം 300 മീറ്റർ ലെങ്ത് ഉണ്ടെന്നാണ് പറയണത്. പക്ഷേ മനുഷ്യന് പോകാൻ പറ്റുന്നത് ഒരു 150 മീറ്റർ വരെയാണ്. ത്രൂ ഔട്ട് ദി കേവ് ഇതുപോലത്തെ ലൈം ഫോർമേഷൻസ് കാണാം. 1000 of years എടുത്തിട്ടാണ് ഈ ലൈം ഫോർമേഷൻ ഉണ്ടായേക്കണത്. ആ ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും ഞങ്ങൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങോട്ട് പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും ഒരേ ഒരു ഈലിനെ മാത്രമേ ഞങ്ങൾ കണ്ടോളൂ. മേ ബി ഈ ഈൽ ട്രാപ്പ് ആയതായിരിക്കും. ത്രൂ ഔട്ട് ദി കേവ് ഇങ്ങനത്തെ ഒരു ഫീൽ തന്നെയാണ്. അത്യാവശ്യം നല്ലപോലെ പേടിയുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ പിള്ളേരെ കൊണ്ടുപോകണത് ശ്രദ്ധിച്ച് വേണം കൊണ്ടുപോകാനായിട്ട്. ഇവിടെ മോണിറ്റർ ചെയ്യാൻ ആരുമില്ല. അതുപോലെ തന്നെ ഈ കേവിലേക്കുള്ള എൻട്രി ഫ്രീ എൻട്രി ആണ്. തലയിടിക്കാണ്ട് കുനിഞ്ഞു പോവുക ഒക്കെ ഉള്ളവർ. നമുക്കത് സീനില്ല. അവിടെ നിന്ന് തുടങ്ങിയുണ്ട് ഈ പാറ്റേൺ. പാമ്പിന്റെ തൊലി പോലെ. ഇനി നോക്കി ഇവിടെയാണ് ഫുള്ള്. നോക്കിയടി മിൽക്കി വേ. മിൽക്കി വേ കിട്ടണ്ടറി. അയ്യോ, ഇതിങ്ങനെ നമ്മളെങ്ങനെ പോവാടാ? പിള്ളേരെ വാ, തണവുണ്ടേ വെള്ളത്തിന്? എന്നാടി അമ്മ ഇതിൽ കൂടെ പോവാം അങ്ങനെയൊക്കെ? കണ്ട് ഇതിൽ കൂടെ നമുക്ക് പോവാലോ. ഇവിടെ അതിന് തൂങ്ങി നിൽക്കുന്നതാണ്. ആൾക്കാരൊക്കെ എങ്ങോട്ടാ പോയത്? സ്കൂളിൽ 8ാം ക്ലാസ് സ്ക്വയർ മോഡലിങ്ങിന് നന്നായി റിപ്പോർട്ടർ കിട്ടുന്നില്ലാടി. ഇവിടെ കിട്ടും. ഗോൾഡൻ കളറും കൂടെ നോക്കിയേടി. എവിടെ നോക്കിയൊരു ഗോൾഡൻ ഷെയ്ഡ്. അങ്ങോട്ട് നോക്കാം. അവിടെ ഫുള്ളും ഇരുന്നിരുന്ന് പറയും. ഇതാണ് വഴി. അയ്യോ, അവള് പോണെങ്കില് കേറി സേഫ് ആക്കിട്ട് തീർന്നല്ലേടാ ഇവിടെ വഴി.
കാണട്ടെ കുഞ്ഞുപുഴി കുഞ്ഞുപുഴി വരുന്നു അപ്പൊ നമുക്ക് നമ്മളിങ്ങനെയാണ് മുട്ടയെ കുത്തി പോണം. ഓ ബ്യൂട്ടിഫുൾ. ഓ മൈ ഗോഡ്. എടി ഇതൊക്കെ തിരിച്ചു വരണ്ടേ നമ്മള്? കുടുങ്ങോന്ന് എനിക്ക് സംശയം. വെള്ളത്തിലെത്തോ പട്ടി ഇവിടുന്നെങ്ങനെയാണ് ഇറങ്ങണത്? നമ്മള് മുട്ടയെ കുത്തി വന്നോ അതോ ഇരുന്ന് വന്നോ? പയ്യെ പോണടി. അതാണ് എനിക്ക് പൊക്കം കൂടുതലാണ്. ശരിക്കും ആരെങ്കിലും വരുമോ? എനിക്ക് തോന്നല്ലേ ഈ ജോസോരോ വഴി കണ്ടുപിടിച്ചിട്ട് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റുമോ തിരിച്ച്? അങ്ങനെ ഒന്ന് പുറത്തൊന്നും ഇഡലി വടയൊക്കെ തേച്ച് ഹായ്, നല്ല കല്ല്. ഇത് കുറച്ച് കിട്ടായിരുന്നു. കൊള്ളാം. ആൾക്കാർ വരുന്നുണ്ട്. എന്റെ വേണ്ടേ? അതാ എന്റെ അത് പേടിയില്ല എനിക്ക്. വീണതല്ല. ഞാൻ തന്നെ സ്പൈഡർമാൻ നല്ല കല്ലല്ലേ. താഴോട്ട് വീണാലും നല്ല കാര്യം. കുണ്ടിയെല്ലാം പോച്ച്. ഞാനൊക്കെയാണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. അഡ്വഞ്ചർ സെറ്റ് ആയില്ലേ? ഇല്ല, നീ വേണം. വേണോ? കഴിഞ്ഞ വർഷം കാലൊടിക്കാൻ ഞാനും ചെറിയ വിഷമമുണ്ടെന്ന് അല്ലേ? തീർത്ത തരാടി. ഇവിടെ നീ ഒച്ച ഇവിടെ കുഴിയുണ്ടേ. ഇവിടേക്ക് താഴ്ചയുണ്ടേ. അവിടെ ഡീപ്പാണ്. ആ ഒരു മിനിറ്റ്. അതുണ്ട്. നമ്മൾ വേറെ സ്ഥലത്ത് എക്സിറ്റ് അടിക്കോ? പോയിട്ട് വേണം തിരിച്ചോ? ചെളിയാണ്. ചെളിയാ. എങ്ങോട്ടാ പോട്ടല്ലേ? ചില ഗുഹകളില്ലേ ഓക്സിജൻ കാണില്ല. വെള്ളം ഒഴുകണ ഗുഹയിൽ പേടിക്കണ്ട. ഓക്സിജൻ ഉണ്ടെങ്കിൽ വെള്ളം പോകും. ഇവിടെ കുഴിയുണ്ടേ. ഇവിടെയും കുഴിയുണ്ടേ. ആണോ? ആ ഉണ്ട്. നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കണ്ടു നമ്മൾ ആ തിരിഞ്ഞെടുത്ത്. ഇനി പേടിയാവണം പറയുമോ? നമ്മൾ ആ എഡ്ജസ് ആയതിൻ്റെ വീണ എന്തെങ്കിലും പറ്റും എന്നുള്ള ചിന്ത. കാണിച്ചേ.
ഇവിടെ തന്നെ ഇടിച്ചെന്ന് തിരുമ്പ പോയ ബുദ്ധിയൊക്കെ ആകെ ഇച്ചിരി ബുദ്ധി ഉണ്ടായുള്ളൂ, അത് ചോർന്നങ്ങ് പോയതൊക്കെ. നമ്മളെ മഞ്ഞൾ വീട്ടുമാർ ഇങ്ങനത്തെ സെറ്റ് ഇട്ടവന്മാര് അതെ, അവിടെയാണ് നക്കി നിരങ്ങി ഇറങ്ങി വന്നത്. അയ്യോന്നൊക്കെ വെക്കണ ഓക്കെ, ഗോതയിലേക്ക് ചെരുപ്പ് എറിഞ്ഞു തരാം അങ്ങോട്ടേക്ക്. ഇവിടെ വെച്ചോ, ചെരുപ്പ് ഇവിടെ വെച്ചോ. കുണ്ടികൾ എല്ലാം ബാക്കുള്ള പരിപാടി. ഗ്രിപ്പ് ഗ്രിപ്പ്. ആ വെട്ടിക്ക് വെട്ടിക്ക്. ഇത് മരം കയറി മറിയാമ്മ. തല നോക്കണം, തല അടിക്കല്ലേ. അവിടെ കടത്തിട്ട് ഞങ്ങളെ ഓരോരുത്തർ എടുക്കേണ്ടതാണ്. എനിക്കിവിടെ കാലിനും മുന്നിലും എല്ലാം നിൽക്കണം, കൈ തളർന്നിട്ടുള്ളതാണ്. പക്ക സ്പൈഡർമാനി, സ്പൈഡർ വുമൺ. അടുത്ത കടിച്ചേ. അടുത്തത് വരൂ, അടുത്ത സ്പൈഡർ വുമൺ വരൂ. സ്ട്രാറ്റജി ഞാൻ പ്ലാൻ ഓ